ക്ലിപ്പിംഗിൽ ഈ തട്ടിപ്പ് കാണിക്കാൻ പാടില്ല എന്ന് പറയുന്ന പേരോടിന്റെ ഒരു ക്ലിപ്പിംഗ് കേട്ടോളൂ നിങ്ങൾ. എന്നിട്ട് ഇതേപടി അവർ ചെയ്യും. പറഞ്ഞു വന്നത് നൂറുകണക്കിന് കേസറ്റുകൾ ആർക്കും കിട്ടും. മൗലവിമാര് കേസറ്റ് വാങ്ങി, അത് വാങ്ങിയിട്ടത് കേട്ട് പഠിക്കല്ല. മൗലവിമാരെന്താ ചെയ്തത്? കേസറ്റ് വാങ്ങി, CD കേസറ്റ് വാങ്ങിയിട്ട് മൗലവിമാര് വല്ല കോഴിക്കോട്ട് ഷെയ്ഖിന്റെ പള്ളിയിൽ എത്തും. ബർക്കത്തുള്ള സ്ഥലം തന്നെയാണല്ലോ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മൗലവിമാര് വന്നിട്ട് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ, ഇതാ പേരോടിതാ ഓടിപ്പോകുന്നു, പേരോടിതാ ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി മുട്ടുന്നു. അങ്ങനെ മുട്ടുന്ന മൗലവിമാരുണ്ടെങ്കിൽ സ്ക്രീനും കൊണ്ട് നടക്കണ്ട. കോഴിക്കോട്ട് ജീവനുള്ള മൗലവിമാരുണ്ടെങ്കിൽ നേരിൽ പറയാൻ തയ്യാറാകണം. നിന്റെ വിഷയം മഞ്ഞം പറയണ്ട. മുജാഹിദ് പ്രസ്ഥാനം പിഴച്ചതാണെന്ന് ഖുർആനും ഹദീസ് കൊണ്ടും ഞാൻ തെളിയിക്കും. സുന്നത്ത് ജമാഅത്ത് പിഴച്ചതാണെന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു മൗലവിയുണ്ടോ? അവരെ ജീവനോടെയാക്കാൻ സ്ക്രീനും കൊണ്ട് നടക്കണ്ട കേട്ടോ. നമ്മുടെ പ്രസംഗത്തിന്റെ അത്ര അങ്ങേത്തല അങ്ങോട്ട് കട്ടുകളിയാ, ഇങ്ങേത്തലയും കട്ടുകളിയാ. എന്നിട്ടോ ഞാൻ ചിലപ്പോ മുജാഹിദ് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ചില കാര്യം ഉദ്ധരിക്കൂ. അതിന്റെ മറുപടി ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അതിവർ കേൾപ്പിക്കൂല. അപ്പൊ മുജാഹിദ് ഇങ്ങനെ പറയുന്നു എന്ന് അതും കേൾപ്പിക്കൂല. എന്നിട്ട് പേരോട് ഇതാ സമ്മതിക്കുന്നു എന്നറിയൂ. അത് നിങ്ങളെ വാചകം ഉദ്ധരിച്ചതാ. അവർ സാധാരണ സുന്നികളുടെ വാദം നമ്മൾ പറഞ്ഞിട്ട് അതിന് മറുപടി പറയുന്നത് എടുത്തിട്ടിട്ട് എന്താ പറഞ്ഞത്? മുജാഹിദുകളുടെ വാദം ഞാൻ പറയും, എന്നിട്ട് ഞാൻ അതിനെ ഖണ്ഡിക്കും. അപ്പൊ മുജാഹിദുകളുടെ വാദം എടുത്തു ധരിച്ചിട്ട് ക്ലിപ്പിംഗ് ഇട്ട് കേൾപ്പിച്ചിട്ട് പേരോടിതാ മുജാഹിദുകൾ പറയുന്നത് പറയും. ഇതല്ലേ ഇവരിപ്പോ ചെയ്തത്? സ്വന്തം യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബുറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയുക എന്നത് അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള കാര്യമാണ്. മുജാഹിദുകളുടെ പ്രസംഗം അപ്പുറവും കട്ട് ചെയ്ത് ഇപ്പുറവും കട്ട് ചെയ്ത് ആശയത്തിന് വിരുദ്ധമായ കാര്യം പഠിപ്പിച്ചിട്ട് ആ ആരോപണം മുജാഹിദുകളുടെ പേരിൽ പറയുന്ന പേരോടെ നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ അല്ല ഏറ്റവും കോപിക്കുന്നവനായി വരാതിരിക്കാൻ ഈ ഏർപ്പാട് അവസാനിപ്പിക്കേണ്ടതുണ്ട്. 61-ാം അധ്യായം 1-2 വചനങ്ങളിൽ അല്ലാഹു പറയുകയാണ്, നിങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാത്തത് നിങ്ങൾ പറയരുത്. കബുറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള കാര്യമാണ്. ഇതൊക്കെ കോഴിക്കോട് വന്ന് പറഞ്ഞ കുറ്റിച്ചിറയിലായി പ്രസംഗം. ഇത് പറഞ്ഞ അതേ പേരോട് എന്റെ ക്ലിപ്പിംഗ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രംഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്റെ ക്ലിപ്പിംഗ് അപ്പുറവും കട്ട് ചെയ്ത് ഇപ്പുറവും കട്ട് ചെയ്ത് കളവ് കാണിക്കുക. അപ്പൊ പ്രവൃത്തിയും വാക്കും രണ്ടും രണ്ടായി തീരുന്ന രംഗമാണ് ഇനി നിങ്ങൾ കാണാൻ പോകും. പറയുന്നത് 4ാമത്തെ മുജാഹിദീങ്ങൾ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച മൗലവിയാണിത്. ഇവിടെ സലഫി മാത്രമല്ല വന്ന് ആ മൗലവിയും വന്നിട്ടു. ഓരോരോ മൗലവിമാരെ കൊണ്ടുവരുന്നുണ്ട്. ഇതിന്റെ ധാരണ എന്തറിയോ? താടിക്ക് നീളമുണ്ടായ വിവരം ഉണ്ടാവുക. എന്നാ ഞാൻ വലിയ താടിയുള്ള ആളെ കാണിച്ചില്ലേ നേരത്തെ? ഉളുമർ മൗലവിന്റെ മോയെ നിരീശ്വരവാദി സന്യാസിയായ സുബ്ഹാനല്ലാഹ്. ഇനിയിപ്പം വേണേ പറയൂ താടി നീളം വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ താടി നീളം വേണ്ടാന്നും പറഞ്ഞില്ല. പക്ഷെ താടി നീളമുള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെടൂല എന്നാ പറഞ്ഞത്. എന്നാ എന്താ കാരണം എന്നറിയോ? റസൂലുള്ളാഹിനോട് എന്താ ഇത്ര വെറുപ്പിന്റെ കാരണം കേട്ടോളി. മൗലവി പറയുന്നേ മുഹമ്മദ് നബി വഹാബി അല്ല സുന്നിയാണ്. ഇങ്ങനെ മൗലവിമാര് പറയുന്നേ മുഹമ്മദ് നബി വഹാബി അല്ല സുന്നിയാണ്. അത് കേട്ടോളി. ഞമ്മക്ക് അത്ര സന്തോഷമുള്ള റിപ്പോർട്ടിംഗ് ഈ ലോകത്ത് ഇന്നുവരെ കേട്ടിടോ? കേട്ടോളി. മൗലവിന്റെ നാവുകൊണ്ട് പറയട്ടെ, വെച്ചുകൊടുത്താ മോനെ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഞാൻ പറഞ്ഞില്ലേ മൗലവി നാദാവത്ത് എല്ലാ മൗലവിമാരെയും പിടിച്ചു കെട്ടും. മൗലവി നിങ്ങളെന്താ നാദാവത്തിങ്ങനെ കൂടിയത്? മൗലവിനെ എന്റെ കാൽക്കൽ കൊണ്ടുവന്നല്ലേ? ഷാർജയിൽ കൊണ്ടുവന്നതിന്റെ കാൽക്കൽ നിങ്ങൾ മുഖേന സർവ്വ മൗലവിമാരെ ഞാൻ പിടിച്ചു കെട്ടും. ഷാർജയിൽ നിന്ന് കൊണ്ടുവന്ന എന്റെ കാൽ കീഴിൽ നിർത്തിയില്ലേ? ആദ്യത്തോ അഹങ്കാരോ കിബറ്. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ടോ പേരോട് ഹുസൈൻ സലഫിനെ ഇന്നയൊക്കെ അയാളെ കാൽ കീഴിൽ കൊണ്ടുവന്ന് എന്നിട്ട് എന്തുണ്ടായി? 1000കണക്കിന് സുന്നി മുജാഹിദായി.
ഞങ്ങൾക്ക് നിങ്ങളെ കാൽക്കീൽ ഞങ്ങൾ ഇരുന്നേരാ, സുന്നി മുജാഹിദാവോ? പേരോട് ഈ പറയുന്ന ഒന്നുകൂടെ നിങ്ങൾ ആലോചിക്കണം. നാദാപുരത്തിന്റെ ചരിത്രത്തെ നിങ്ങൾ ഓർക്കുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അൽ ഫുർഖാൻ സെന്റർ എന്ന കേരളത്തിൽ ജാമിയ നദിവിയയോട് തല ഉയർത്തി നിൽക്കാൻ പോകുന്ന ബിൽഡിംഗ് സമുച്ചയങ്ങളും സ്ഥാപനങ്ങളും അവിടെ ഉണ്ടായി. 400ഓളം വരുന്ന കുട്ടികൾ ഇവിടുത്തെ LKG UKG സ്കൂളുകളിൽ പഠിക്കാൻ വന്നു. നാദാപുരത്ത് ഒരു ന്യൂനപക്ഷം മുജാഹിദുകൾക്ക് എങ്ങനെ 400 കുട്ടികളെ കിട്ടി? എങ്ങനെ അവിടെ പുതിയ പള്ളികളുണ്ടായി? എങ്ങനെ അവിടെ പുതിയ ബിൽഡിംഗുകൾ ഉണ്ടായി? കേരളത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗത്ത് പേരോടിന്റെയും ഹുസൈൻ സലഫിയുടെയും കേസറ്റ് കേട്ടിട്ട് സമസ്തയിലെ പണ്ഡിതന്മാർ പോലും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു. നാദാപുരത്തെ പരിപാടി കൊണ്ട് ഒരൊറ്റ മുജാഹിദ് സുന്നി പ്രസ്ഥാനത്തിലേക്ക് പോയോ? കാൽക്കീയിൽ കൊണ്ടുവന്നു. ഇനിയോ നബി സുന്നിയാന്ന് ഞാൻ പറഞ്ഞു. എല്ലായിടത്തിലും ക്ലിപ്പിംഗ് ഇട്ട് കേൾപ്പിക്കും. എന്നിട്ട് ഭയങ്കര വിജയ. നമ്മുടെ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഒരു പ്രൗഢമായ സദസ്സിലെ ഒരു പ്രഭാഷണമാണത്. ആ പ്രഭാഷണം യഥാർത്ഥത്തിൽ എന്താ? അത് A to Z നിങ്ങൾ കേൾക്കുക. അപ്പോഴറിയാം ഇവരെ കാറ്റുപോകും. ഏതുപോലെ അറിയോ? സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. എന്നതിനർത്ഥം സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ എന്ന് മാത്രം പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? വേദനിക്കുന്ന ആത്മാവിനെ ഞാൻ സ്നേഹിക്കൂലാന്ന്. രണ്ടാമത്തെ വരിയോ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അല്ലേ? ഇത് രണ്ടും പറഞ്ഞാലാ പൂർണ്ണാകുക. നബി സുന്നിയായിരുന്നു എന്ന് പറഞ്ഞു. എന്താ ബാക്കി പറയുന്നത് കേട്ടോളി. അതിന്റെ പൂർണ്ണ രൂപം മോനെ ഒന്ന് വെച്ചുകൊടുക്ക്. നോക്കൂ, ഒരു കല്യാണ ഭവനത്തിലേക്ക് മഹാരഥനായ പ്രവാചക ചക്രവർത്തി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലിയാണ്. അപ്പൊ അവിടെ ഒരു വിരിപ്പിട്ട് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിരിപ്പിലിരുന്നു. അപ്പൊ കുട്ടികൾ അവിടുന്ന് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, നാളെയുടെ കാര്യമറിയുന്ന ആളാണ് ഈ പ്രവാചകൻ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആ കുട്ടികൾ പാടി. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ. അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഞങ്ങളൊക്കെ സുന്നിയാ. പക്ഷെ ഞങ്ങൾ സുന്നി സെന്റർ എന്ന് പേരിടാത്തത് കള്ളനാണയം ഉള്ളത് കൊണ്ടാണ്. സുന്നി സെന്റർ എന്ന പേരിൽ കള്ളനാണയം ഉള്ളത് കൊണ്ടാണ് സുന്നി സെന്റർ എന്ന് പേരിടാത്തത്. അല്ലെ ഞങ്ങൾ പേരിട സുന്നി സെന്റർ എന്നാണ്. സാക്ഷാൽ സുന്നികൾ ഞങ്ങളാണ് പാടി. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ. അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഞങ്ങളൊക്കെ സുന്നിയാ. പക്ഷെ ഞങ്ങൾ സുന്നി സെന്റർ എന്ന് പേരിടാത്തത് കള്ളനാണയം ഉള്ളത് കൊണ്ടാണ്. സുന്നി സെന്റർ എന്ന പേരിൽ കള്ളനാണയം ഉള്ളത് കൊണ്ടാണ് സുന്നി സെന്റർ എന്ന് പേരിടാത്തത്. അല്ലെ ഞങ്ങൾ പേരിട സുന്നി സെന്റർ എന്നാണ്. സാക്ഷാൽ സുന്നികൾ ഞങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് കുട്ടികൾ പാടി വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ. അപ്പൊ റസൂൽ പാടിക്കോ. ഞാനൊക്കെ അതിന്റെ ആളാണ് എന്നല്ല പറഞ്ഞു കേട്ടോ. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. മേലിൽ അത് പാടരുത് എന്നാ പറഞ്ഞു. മേലിൽ അത് പാടരുത് എന്നാണ് ആര് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് അതിന്റെ ഭയാനകത തിരുത്തി കൊടുക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അപ്പൊ എന്റെ നാട്ടിൽ വന്നിട്ട് അബ്ദുൾ റഷീദ് സഖാഫി കുറ്റിയാടി എന്റെ വീടിന്റെ മുറ്റത്ത് പ്രസംഗിച്ചു. എന്നിട്ട് എന്റെ വീട്ടിലേക്ക് കോളാമ്പി വെച്ചിട്ട് എന്റെ പേര് പറഞ്ഞ് കുറെ ക്ലിപ്പിംഗ് ഒക്കെ ഇട്ടിട്ട് ആളുകൾ വന്നിട്ട് പറഞ്ഞു അതിന് മറുപടി അറിയണോ? ഞാൻ പറഞ്ഞു ബാലുശ്ശേരി എന്ന് പറയുന്ന നന്മണ്ട എന്ന് പറയുന്ന മുജാഹിദ് ഭൂരിപക്ഷമുള്ളിടത്ത് വന്നിട്ട് ഒരു പ്രസംഗം നടത്തി അതിന് മറുപടി അറിയേണ്ട കാര്യമില്ല. നമുക്കൊരു സമ്മേളനം ഉണ്ട്, നമുക്ക് ജനങ്ങളോട് കടപ്പാടുണ്ട്. അവർക്ക് ജനങ്ങളോട് കടപ്പാടില്ല. അവർക്ക് നിലക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പ്രസംഗം. ഒരു മുജാഹിദ് പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഹിദായത്തിട്ടാണ്. ഒരു സുന്നി പ്രസംഗിക്കുന്നതിനറിയങ്ങള് സുന്നി നാര് അങ്ങോട്ട് പോകാതിരിക്കാനോ അവർക്ക് ജീവിതം നിലക്കാനോ. അതുകൊണ്ട് എല്ലാവരും ആലോചിക്കും, ഇതൊന്നും സത്യപ്രസ്ഥാനത്തിന് ചേർന്നതല്ല. ഞാനൊരു സ്ഥലത്ത് മുസ്ലിങ്ങളുടെ നബിയല്ല ഈ നബി, ലോകത്തുള്ള എല്ലാവരുടെയും നബിയാണ്, ബാലന്റെ നബിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ പേരോട് ഉസ്താദ് എന്ത് ചെയ്തു എന്നറിയോ? ഞാൻ പറഞ്ഞ ആദ്യ ഭാഗവും അവസാന ഭാഗവും ഒക്കെ കട്ട് ചെയ്ത് ഇത് മുസ്ലിങ്ങളുടെ നബിയല്ല ബാലന്റെ നബിയാണ് എന്ന് പറഞ്ഞ് മാത്രം കേൾപ്പിച്ച് ക്ലിപ്പിംഗ് ഇട്ട് പിന്നെ മൂപ്പർക്ക് ഒരു മിമിക്രി ഉണ്ടല്ലോ, അത് മൂപ്പരായിട്ട് നടത്തി. ഇവരൊക്കെ എങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടുക? അത്ഭുതമല്ലേ? പടച്ചോനെ അള്ളണ്ട് എന്നുള്ളൊരു ബോധമുള്ളവൻ ഈ ജാതി പണിയെടുക്കുവോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അള്ളാന്റെ ഖുർആനിൽ പറയാ ലോകർക്കാകമാനമുള്ള നബിയായത്.
ലോകത്തിനാകമാനം കുൽ പറയുക പ്രവാചക, യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, അല്ലയോ മനുഷ്യരെ, ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള പ്രവാചകനാണ്. ഇത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ അള്ളാഹ് ആവശ്യപ്പെടുകയാണ്. 7-ാം അധ്യായം സൂറത്ത് അറാഫ് 158 വചനമാണ്. അതായത് ആ പ്രസംഗത്തിന്റെ ഒരു അത്ഭുതം എന്താണെന്നറിയങ്ങള്, ആ ക്ലിപ്പിംഗ് അപ്പുറപ്പുറം കട്ട് ചെയ്യരുത് എന്ന് വരെ, അത് ഭാവി കാര്യമായിട്ട് പോലും അത് അല്ലാഹു നാവിലൂടെ പറയിപ്പിച്ചു. അക്ലിപ്പിംഗ് എടുത്തിട്ട് അത് കെട്ടി ഇത് ഇപ്പുറം കേൾപ്പിച്ചു കളഞ്ഞു. വല്ലാത്തൊരു തൊലിക്കെട്ടി. ആ പ്രസംഗങ്ങൾ കേട്ടില്ല, A to Z റസൂലുള്ള ഇതെന്താ പറയാൻ കാരണം, ആ സംഭവം ഒന്ന് കേൾക്കണ്ടേ. അതായത് റസൂലുള്ള ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പൊ സുന്നികൾ പറയുന്ന പോലെ നബി സുന്നിയാണ്, ഞാൻ അംഗീകരിച്ചു. വിഷയം എന്താ, അതുകൂടെ കേൾക്കണം. റസൂലുള്ള ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ സാക്ഷാൽ സുന്നിയായ റസൂല്, അതാണ് വിഷയം. ആ റസൂല് കല്യാണ വീട്ടിലേക്ക് കയറി ചെന്നാൽ ഇവിടുത്തെ സമസ്ത പറയുന്നു നബി സാക്ഷാൽ സുന്നിയാണ്, ഞങ്ങളുടെ നേതാവാണ്. അങ്ങനെയാണെങ്കിൽ വഫീന നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, നാളെയുടെ കാര്യം അറിയുന്ന ആളാണ് ഈ നബി എന്ന് പാടിയാൽ, നബി സമസ്തക്കാര് പറയുന്ന സാക്ഷാൽ സുന്നിയാണെങ്കിൽ റസൂലുള്ള എന്താ വേണ്ടത്, അത് അംഗീകരിക്കാൻ വേണ്ടത്. സുന്നിയായിട്ട് റസൂൽ അത് അംഗീകരിച്ചില്ല, അത് പാടരുത്. അപ്പൊ നബി ആരാണ്? മുജാഹിദുകൾ പറയുന്ന ആദർശവാദിയാണ്, സാക്ഷാൽ സുന്നിയാണ്, ഞങ്ങളാണ് സാക്ഷാൽ സുന്നി. നിങ്ങളുടെ സെന്ററിന് സുന്നി സെന്ററിന് പേരിടാത്ത എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ സെന്ററിന് സുന്നി സെന്റർ എന്ന്, സുന്നി സെന്ററിന് പേര് കള്ളനാണയുള്ളത് കൊണ്ടാണ് എന്ന് തീർത്ത് പറഞ്ഞ് ഒറിജിനൽ സുന്നികൾ മുജാഹിദുകളാണ് എന്ന് സ്ഥാപിക്കുന്ന പ്രസംഗം. ഈ ക്ലിപ്പിംഗ് ഇട്ടിട്ട് പേരോട് പറഞ്ഞ വാക്കെന്താ, ഞങ്ങൾക്ക് ഇത്ര സന്തോഷമുള്ളൊരു കാര്യമുണ്ടോ നബി സുന്നിയ എന്ന് പറയുന്നതിനേക്കാൾ? അതിന്റെ അപ്പുറട്ടാലോ ഇത്ര കാറ്റ് പോകുന്ന ഒരു ക്ലിപ്പിംഗ് ലോകത്തുണ്ടോ? എന്താ ചെയ്യാത്തത്? ഈ കാപട്യം, ഈ കളവ് ഇതുവരെ ചെയ്യാണ്.